ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. പ്ലസ് ടു കൊമേഴ്സിൽ പഠിക്കാനുള്ള അക്കൗണ്ടൻസി എന്ന് പറയുന്ന പേപ്പറുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ടുള്ള പാർട്ണർഷിപ്പ്, ആ പാർട്ണർഷിപ്പിനെ സ്പ്ലിറ്റ് ചെയ്ത് പല പല വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രസന്റ് ചെയ്ത് ആ വരുന്ന പരീക്ഷയ്ക്ക് വളരെ വേഗം നമുക്ക് അതിന്റെ ആൻസർ കണ്ടെത്തി പൂർണ്ണമായും മാർക്ക് വാങ്ങാൻ നമ്മൾ സഹായിക്കുന്ന വീഡിയോസാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോസ് അതിന്റെ ഓർഡർ അനുസരിച്ച് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഡ്രോയിങ്സ് എന്നറിയണം. ഒരു ബിസിനസ്സിലേക്ക് ഒരു ട്രേഡർ ആദ്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എന്നാണ്. ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ എ ട്രേഡർ ഇൻ ടു ദ ബിസിനസ് ഈസ് കാൾഡ് ക്യാപിറ്റൽ. ഏതൊരു ബിസിനസ്സിന് മൂലധനം വേണം. ഒരു പാർട്ണർഷിപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്ണേഴ്സ് ആ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എന്നാണ്. അപ്പൊ ഈ ബിസിനസിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജില് ഈ കൊണ്ടുവന്ന എമൗണ്ട് ഓഫ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗം വിഡ്രാ ചെയ്തു സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡ്രോയിങ്സ് എന്നാണ്. But drawings simply means the amount withdrawn by the proprietor for his personal use. സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ ഒരു ഭാഗം വിഡ്രാ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഡ്രോയിങ്സ് എന്നാണ്. അപ്പൊ ട്രേഡർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് തീർച്ചയായും ആ ബിസിനസ് ട്രേഡർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് നമ്മൾ വിളിക്കുന്ന പേര് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നാണ്. നമുക്കറിയാം ബിസിനസിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. അങ്ങനെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളത് കൊണ്ട് ട്രേഡർ ക്യാപിറ്റൽ കൊണ്ടുവന്നാലും ട്രേഡർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. ആ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ബിസിനസ് ട്രേഡർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ ഒരു ഭാഗം ട്രേഡർ വിഡ്രാ ചെയ്താൽ ആ വിഡ്രാ ചെയ്യുന്ന അത്രയും പോർഷന്റെ ഇൻട്രസ്റ്റ് ആ ട്രേഡർ ബിസിനസിന് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസിന് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് തീർച്ചയായും അത് ഇൻകമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ ഡിഫറന്റ് വേസ് ഉണ്ട്. പല മാർഗങ്ങളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് വിഡ്രാവല്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദെൻ ഡേറ്റ് ഓഫ് വിഡ്രാവല് ആർ ഗിവൺ. ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട് വിഡ്രാ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്നാണിത് വിഡ്രാ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്ത് റേറ്റാണ് ഇതിനുള്ളത്, ഇതെല്ലാം നമുക്ക് തന്നിരുന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഫസ്റ്റ് ജൂലൈയിൽ എ എന്ന് പറയുന്ന പാർട്ണർ 6000 രൂപ ബിസിനസ്സിൽ നിന്ന് വിഡ്രാ ചെയ്തു. ഇപ്പൊ ഫസ്റ്റ് ജൂലൈയിലാണ് വിഡ്രാ ചെയ്യുന്നത്. 6000 രൂപയാണ് വിഡ്രാ ചെയ്തത്. 10% ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്, ആ റേറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് വിഡ്രാവൽ എന്ന് പറയുന്ന 6000 ആണ്. അപ്പൊ 6000 ഇൻറ്റു റേറ്റ് എന്ന് പറയുന്നത് 10% ആണെങ്കിൽ 100/10 ഇൻറ്റു 6 മാസത്തേക്കാണെങ്കിൽ 6/12. അതാണ് അതിന്റെ കാൽക്കുലേഷൻ. അപ്പൊ 6000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കുമ്പം തീർച്ചയായും നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടും. അപ്പൊ അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമ്മളെ ഈ ഒരു എക്സാമ്പിളില് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300 കിട്ടും. അപ്പൊ എല്ലാം തന്നിരുന്നാൽ അതാണ് ഫോർമുല. എന്നാൽ രണ്ടാമത്തെ മെത്തേഡില് ഡേറ്റ് ഓഫ് വിഡ്രാവൽ തന്നിട്ടില്ല. എമൗണ്ടും ആൻഡ് റേറ്റ് ഓഫ് വിഡ്രാവലും നമ്മൾ റേറ്റ് ഓഫ് ഡ്രോയിങ്സും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡേറ്റ് ഓഫ് വിഡ്രാവൽ ആണ് തരാത്തത്. അപ്പൊ ഡേറ്റ് ഓഫ് വിഡ്രാവൽ തന്നില്ല എങ്കിൽ എത്ര പീരീഡിലേക്കാണ് ഇത് വിഡ്രാ ചെയ്തത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ എത്ര പീരീഡിലേക്കാണ് ഇത് വിഡ്രാ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ എങ്കിൽ പിന്നെ നമുക്കൊരു മാർഗം മാത്രമേ ഉള്ളൂ, ഇതിന് 6 മാസത്തേക്കും കണ്ടുപിടിക്കുക. അപ്പൊ രണ്ടാമത്തെ മെത്തേഡിൽ ഡേറ്റ് ഓഫ് വിഡ്രാവൽ തന്നിട്ടില്ല, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ 6000 രൂപയാണ് വിഡ്രാ ചെയ്യുന്നത്, 10% ഇൻട്രസ്റ്റ് ആണ് എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 6000 ഇൻറ്റു 100/10 ഇൻറ്റു 12/6 നേരത്തെ പറഞ്ഞ പോലെ അതേ കണക്കിന് ചെയ്താൽ മതിയാവും. അപ്പൊ ഡേറ്റ് ഓഫ് വിഡ്രാവൽ തന്നില്ല എങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ 6 മാസത്തേക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2 കേസായി. ഒന്നാമത്തെ കേസിൽ നമുക്ക് ഡേറ്റ് ഓഫ് വിഡ്രാവല്, റേറ്റ്, അതുപോലെ തന്നെ പീരീഡ് ഇതെല്ലാം തന്നിട്ടുണ്ട് എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണുന്നതിന് വേണ്ടി ആ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു പീരീഡ് അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും.
ഇനി നമുക്ക് ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നില്ല, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണുന്നതിന് വേണ്ടി നമ്മൾ 6 മാസത്തേക്ക് എടുത്താൽ മതിയാവും. അപ്പൊ അത് വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കേസ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഫിക്സഡ് എമൗണ്ട് വിഡ്രാൻ ബൈ എവരി മന്ത്. വിഡ്രാൻ എവരി മന്ത്, ഫിക്സഡ് എമൗണ്ട് വിഡ്രാൻ എവരി മന്ത്. ഓരോ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ച് വിഡ്രാ ചെയ്യുകയാണ്. അങ്ങനെ ഓരോ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ച് വിഡ്രാ ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴൊക്കെയാണ് അത് വിഡ്രാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 3 കണ്ടീഷൻസ് ആണ് അതിനകത്ത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രാ ചെയ്യുന്നത് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത്. ഒരു മന്തിന്റെ ആദ്യത്തെ ഡേയിലാണ് ഒരു ഫിക്സഡ് എമൗണ്ട് എടുക്കുന്നത്. അപ്പൊ എല്ലാ മാസവും ഒരു മാസത്തിന്റെ ആദ്യത്തെ ദിവസത്തിലാണ് വിഡ്രാ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നമ്മൾ എത്ര മാസത്തേക്കാണ് അത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് അവ്യക്തമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇക്വേഷൻ ഉപയോഗിക്കാം. ആവറേജ് പീരീഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു ഫേമില് ഏതെങ്കിലും ഒരു പാർട്ണർ ഒരു നിശ്ചിത എമൗണ്ട് ഒരു മാസത്തിന്റെ ആദ്യമാണ് എന്ത് ചെയ്യുന്നത്, വിഡ്രാ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്ര പീരീഡിലേക്കാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണേണ്ടത് എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ എത്ര പീരീഡിലേക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേര് ആവറേജ് പീരീഡ് എന്നാണ്. അപ്പൊ ഈ ആവറേജ് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും? അത് ഒരു മാസത്തിന്റെ ആദ്യത്തെ ദിവസമാണ് എടുക്കുന്നതെങ്കിൽ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ പീരീഡ് ഇൻ മന്ത് പ്ലസ് 1/2 ആണ്. അപ്പൊ ടോട്ടൽ പീരീഡ് ഇൻ മന്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ശരിക്കും 12 മാസമാണ്. അപ്പൊ ഈ 12 മാസമാണ് ടോട്ടൽ പീരീഡ് എന്ന് പറയുന്ന ഒരു വർഷത്തിന്റെ. ആ 12 മാസത്തിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആവറേജ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6.5 6.5 മാസം കിട്ടും. അപ്പൊ 6.5 മാസമാണ് നമ്മൾ പീരീഡ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ആവറേജ് പീരീഡ് എന്ന് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു നിശ്ചിത എമൗണ്ട് ഒരു മാസത്തിന്റെ ആദ്യമാണ് എടുക്കുന്നത് എങ്കിൽ അതിന്റെ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് ടോട്ടൽ പീരീഡ് ഇൻ മന്ത് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് മീൻസ് 12 + 1 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ 6.5 മാസം എന്ന് കിട്ടും. 6.5 മാസം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 6000 രൂപ വിഡ്രാ ചെയ്യുന്നത് ഓരോ മാസത്തിന്റെയും ആദ്യമാണെന്നിരിക്കട്ടെ. അപ്പൊ നിശ്ചിത എമൗണ്ട് ആണ് 6000. ഓരോ മാസത്തിന്റെയും ആദ്യത്തെ ദിവസമാണ് എടുക്കുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 10% ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ ഓരോ മാസവും നമ്മൾ 6000 വെച്ചെടുക്കുകയാണ്. അപ്പൊ 12 മാസമാകുമ്പോൾ 12 72,000 രൂപ വരും വിഡ്രാവല്. അപ്പൊ 72,000 ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 10/100 വരും. എന്നിട്ട് നമുക്ക് ബിഗിനിങ് പീരീഡ് ആയതുകൊണ്ട് ആവറേജ് പീരീഡ് 6.5 മാസമാണ്. അപ്പം 6.5 മന്ത് ഡിവൈഡഡ് ബൈ 12 മന്ത്സ്. അപ്പൊ 6.5 ഡിവൈഡഡ് ബൈ 12 മന്ത്സ് അതാണ് അതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബിഗിനിങ്ങിലാണ് നമ്മൾ വിഡ്രാ ചെയ്യുന്നത്. ഓരോ മാസത്തിന് ബിഗിനിങ്ങിലാണ് വിഡ്രാ ചെയ്യുന്നതെങ്കിൽ 12 മാസത്തെ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 6.5 മാസത്തേക്ക് കണ്ടുപിടിക്കണം. 6.5 ഡിവൈഡഡ് ബൈ 12 അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടും. അതാണ് ഡിഫറന്റ് ഫിക്സഡ് എമൗണ്ട് വിഡ്രാൻ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, അതിനകത്ത് ഫിക്സഡ് എമൗണ്ട് വിഡ്രാൻ ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത്. ഫസ്റ്റ് ഡേ പറഞ്ഞു, നമ്മൾ ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആവറേജ് പീരീഡ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ആവറേജ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ടോട്ടൽ പീരീഡ് ഓഫ് മന്ത് -1 ഡിവൈഡഡ് ബൈ 2 അതാണ് അതിന്റെ കാൽക്കുലേഷൻ. ഇവിടെ ബിഗിനിങ് ഓഫ് ദ പീരീഡ് അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടൽ മന്തിന്റെ കൂടെ 1 കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫിക്സഡ് എമൗണ്ട് വിഡ്രാൻ ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മാസത്തിൽ നിന്ന് 1 കുറച്ചതിന് ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് 5.5 മാസമാണ്. അപ്പൊ 5.5 മാസമാണ് നമ്മൾ ഇവിടെ കിട്ടുന്നത്. വിഡ്രാവൽ ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് മന്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ നമുക്കിവിടെ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എന്ന് പറയുന്ന പാർട്ണർ 6000 രൂപ വെച്ച് ഓരോ മന്തിന്റെയും അവസാനം എന്ത് ചെയ്യുന്നു, വിഡ്രാ ചെയ്യുന്നു. അങ്ങനെ 12 മാസം വിഡ്രാ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 6000നെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72,000. അപ്പൊ 72,000 ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 10/100. എന്നിട്ട് ലാസ്റ്റ് മന്ത് ആയതുകൊണ്ട് ആവറേജ് പീരീഡ് 5.5 മാസമാണല്ലോ. അപ്പൊ 5.5 ഡിവൈഡ് ബൈ 12 മാസം അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടും. അപ്പൊ അതാണ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഫിക്സഡ് എമൗണ്ട് വിഡ്രാ ചെയ്യുന്ന സമയത്ത് അതൊരു മന്തിന്റെ ആദ്യമാണ് ചെയ്യുന്നതെങ്കിൽ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് 12 മാസത്തിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 6.5 മാസം ആവറേജ് പീരീഡ് കിട്ടും. അപ്പൊ ആ 6.5 മാസത്തേക്കാണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്.
എന്നാൽ ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രാ ചെയ്യുന്ന ഓരോ മന്തിന്റെയും അവസാനത്തെ ദിവസത്തിലാണ് എങ്കിൽ ടോട്ടൽ പീരീഡ് ഇൻ മന്ത് -1/2 ആണ്. അപ്പൊ നമുക്ക് 5.5 മാസം കിട്ടും. അപ്പൊ അതുകൊണ്ട് എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 5.5 മാസം /12 മന്ത്സ് അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടും. അതാണ് അതിന്റെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫിക്സഡ് എമൗണ്ട് വിഡ്രാൻ ഇൻ ദ മിഡിൽ ഓഫ് എ മന്ത്. ഓരോ മാസത്തിന്റെയും മിഡിലാണ് ഫിക്സഡ് എമൗണ്ട് വിഡ്രാ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആവറേജ് പീരീഡ് ആദ്യം കണ്ടുപിടിക്കണം. ആവറേജ് പീരീഡ് ടോട്ടൽ മന്ത്സ് ഇൻ പീരീഡ് അവിടെ 12 മാസം മതി. അവിടെ കൂട്ടി കുറയ്ക്കുന്നുണ്ട്. ആ 12 മാസത്തെ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6 മാസം കിട്ടി. അപ്പൊ 6 മാസത്തേക്കാണ് നമ്മൾ കാണേണ്ടത്. നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ എടുക്കാൻ നോക്കാം. 6000 രൂപ ഓരോ മാസത്തിന്റെ മിഡിലാണ് വിഡ്രാ ചെയ്യുന്നതെന്നിരിക്കട്ടെ. 10% ഇൻട്രസ്റ്റ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. 6000 ഇൻറ്റു 12 മാസം 72,000. അതിന്റെ 10% 10/100 ഇൻറ്റു 6 മാസത്തേക്ക് നമ്മൾ എടുത്താൽ മതി. ആവറേജ് പീരീഡ് 6 മാസമാണ്. അപ്പൊ അതുകൊണ്ട് ആ കാൽക്കുലേഷൻ നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ ഡിഫറന്റ് വേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡിഫറന്റ് ഫിക്സഡ് എമൗണ്ട് വിഡ്രാൻ എവരി മന്ത് എന്ന് പറയുമ്പോൾ 3 കണ്ടീഷൻസാണ്. ഇപ്പൊ നമ്മൾ 5 മെത്തേഡുകൾ പഠിച്ചു. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനുള്ള 5 മെത്തേഡുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ് ഓഫ് വിഡ്രാവല്, റേറ്റ്, അതുപോലെ തന്നെ എമൗണ്ട് എല്ലാം തന്നിരുന്നാൽ ഒരു പ്രശ്നവുമില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു പീരീഡ് അത്രയുള്ള. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് ഡേറ്റ് ഓഫ് വിഡ്രാവൽ തന്നില്ല, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ നമ്മൾ 6 മാസത്തേക്കും കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എമൗണ്ട് ഓഫ് വിഡ്രാവൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു 6 മന്ത്സ് ആണ്. ഇനി ഒരു ഫിക്സഡ് എമൗണ്ട് ഡിഫറന്റ് മന്തുകളിലാണ്. എല്ലാ മാസവും എവരി മന്ത് ഒരു ഫിക്സഡ് എമൗണ്ട് എടുക്കുകയാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് 3 കണ്ടീഷനാണ്. ഒരു മാസത്തിന്റെ ആദ്യമാണ്, ഫസ്റ്റ് ഡേയിലാണ് ഒരു ഫിക്സഡ് എമൗണ്ട് എടുക്കുന്നതെങ്കിൽ, എല്ലാ മാസവും എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കണം. അപ്പൊ ടോട്ടൽ മന്ത്സ് ഇൻ പീരീഡ് +1/2 ആണ്. അപ്പൊ 6.5 മാസത്തേക്ക് കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുന്നത് ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 6.5 മാസത്തേക്കാണ്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രാ ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് ആണ് എങ്കിൽ അവിടെ നമ്മൾ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് 12 ആണ്. അതിൽ നിന്ന് 1 കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.5 മാസം കിട്ടും. അപ്പൊ അവിടെ 5.5 മാസത്തേക്ക് കണ്ടുപിടിക്കണം. എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 5.5 മാസമാണ്. അപ്പൊ അത് ക്ലിയർ ആയി. അതേസമയം നമ്മൾ ഫിക്സഡ് എമൗണ്ട് വിഡ്രാ ചെയ്യുന്ന ഓരോ മാസത്തിന്റെ മിഡിലാണ് എങ്കിൽ അവിടെ നമുക്ക് ആവറേജ് പീരീഡ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ മന്ത്സ് /2 6 മാസമാണ്. അപ്പൊ അവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുന്നത് ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 6 മന്ത്സ് ആണ്. അപ്പൊ ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പരീക്ഷയിൽ ചോദിക്കുന്ന. സിമ്പിളായി നമുക്കത് പഠിക്കാം. അത്രയേ ഉള്ളൂ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണണം. ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ്.